ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഒരുങ്ങി വീണ്ടും എങ്ങോട്ടേലൊക്കെ പോവാം. എങ്ങോട്ടാടാ എങ്ങോട്ടാ പച്ചോ? അവൾക്കൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും എപ്പോഴെങ്കിലൊക്കെ അൽഹംദുലില്ലാ ഒന്നെങ്കിൽ ഒരു വയറ് കാണലോ അല്ലെങ്കിൽ ഒരു കുട്ടീനെ കാണാൻ പോക്കോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവും. പിന്നെ ഞായറാഴ്ച ആയപ്പോൾ നമുക്ക് ഇന്ന് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ 40 ദിവസമൊക്കെ ആവാനായി. അപ്പോൾ ഞങ്ങൾ ഇതുവരെയും പോയി കണ്ടിട്ടില്ല. നമ്മളെ പെരുന്നാളും നോമ്പൊക്കെ ആയിട്ട് കുറച്ച് ദൂരമാണ്, കൊടശ്ശേരിയാണ്. ഇവിടുന്ന് പെരിന്തൽമണ്ണ പാണ്ടിക്കാട് റോഡിന് പോകണം. അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഈ വെയിലും കൊണ്ട് പോവാൻ ഇത്രയും ദിവസം അതുകൊണ്ട് പോയില്ല, നോമ്പൊക്കെ ആയതുകൊണ്ട്. എന്താണ് അപ്പൊ ഞങ്ങളിപ്പോൾ പോയോക്കട്ടെ. ഞാൻ ഇമ്മ മിന്നു പൂമൂലാത്ത ചുങ്കത്തിറന്ന് കയറും എന്നാണ് പ്രതീക്ഷ. ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ് കഴിയുകയാണെങ്കിൽ കയറും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. പിന്നെ അമ്മാന് വേറെ അനിയത്തി വണ്ടൂരിന്നും കയറാനുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ പോയി വരാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാ പാച്ചുണ്ട്, ആദ്യണ്ട്, ദീമ ഉണ്ട്, പിന്നെ നമ്മൾ അസംസ്കൃത വസ്തുക്കളും. നമുക്ക് കാർ ഇറക്കട്ടോ. ഉമ്മാന്റെ പരിപാടിയുണ്ട്. കാറൊക്കെ എവിടെ ചാവി? അപ്പൊ എല്ലാരും കയറിക്കൊണ്ടിരിക്കാണ്. ഇവിടുന്ന് ആകെ നമ്മളെന്നോളൂ കേട്ടോ. നമ്മളെ കാറ് ഇത്രയെങ്കിലും ആൾക്കാർ കുറഞ്ഞു പോണത് ആദ്യമായിട്ടാണ്. കാരണം എപ്പോഴും ഞങ്ങൾ കുത്തിത്തിരിക്കാണ് പോവല്. ഇനിയിപ്പോ ആളില്ലാത്തൊന്നുമില്ല കേട്ടോ. ഇനി പൂമ്പില്ലാത്ത കയറാണ്ട്, മാമ കയറാണ്ട്. ഇപ്പൊ ചെറുക്കന്മാരൊക്കെ ഫ്രീ ആയിട്ടിരിക്കണേ. ഒരു ഹായ് പറഞ്ഞാണി, ഹായ് പറഞ്ഞാണി. അപ്പൊ ഞങ്ങൾ ഇനി പോയി വരാം. അപ്പം ഞങ്ങൾ കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കട്ടെ. അല്ല ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ പാക്ക് ചെയ്യണ്ടേ. ഒരു ഡ്രസ്സ് ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട്. പിന്നെ നമ്മളൊരു ഡ്രസ്സും കൂടി എടുക്കുവാണ്. ഇത് ഞങ്ങൾ കുഞ്ഞി ദിമ ഇപ്പം ഒന്ന് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഓള് മിന്നുവിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ 2 ദിവസം പോലാണ് പോയിക്കഴിഞ്ഞ് വെക്കേഷനായാൽ വരും. അപ്പം ഞങ്ങളൊരു ഡ്രസ്സ് നോക്കട്ടെ. ചുങ്കത്ര അല്ലമീന്നാണ് എടുക്കുന്നത് കേട്ടോ. നമ്മളെ ദിമക്കില്ലേനോ ജീൻസിന്റെ ടൈപ്പിലൊക്കെ വരുന്നുണ്ടോ? പോവാ ഇല്ല, പോവല്ലേ അമ്മ? പോവാട്ടോ. ബാ. ഇപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. നമുക്ക് അടുത്ത പരിപാടി ഫ്രൂട്ട്സ് വാങ്ങണം. ഇവിടെ നമ്മ ഫ്രൂട്ട്സ് ഒക്കെ ഫ്രൂട്ട്സ് ഒന്ന് നോക്കട്ടെ. കഴിഞ്ഞിട്ട് വേണം പൂമോട്ടാത്താൻ വിളിക്കാൻ. പൂമോട്ടാത്ത ഒരു ക്ലാസ്സിലാണ്. അത് 4 തന്നെ ഉള്ളൂ. അമ്മ അവിടുന്ന് ഫ്രൂട്ട്സ് വാങ്ങണ്ട. അപ്പോൾ ഞാൻ കാർ എടുത്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലട്ടല്ലേ. പിന്നെ അമ്മ വീണ്ടും അതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരണം. എന്തായി ഇവിടെ?
അപ്പൊ വണ്ടൂര് കുഞ്ഞുമാമാനെ വെയിറ്റ് ചെയ്യാണ്. പൂമോണ്ടാത്താനെ ചുങ്കത്രന്ന് എടുത്തേന്നു. ആദ്യം മമ്മ എനിക്ക് കുറച്ച് കുറച്ചായിട്ടോ കുറച്ച് വെള്ളം നമ്മളിപ്പോ ഇവിടെ എത്തിട്ടോ. ഇതാണ് ഓളെ വീട്. എല്ലാരും കൂടി പോന്നൊക്കെ ഞങ്ങള് കാണാൻ വന്ന കുട്ടി ഇത്ര എളുപ്പം വലുതായോ? തൊട്ടിയിലൊക്കെ കടക്കൽ തുടങ്ങി വലിയ കുട്ടിയേക്കണ്. ഇത് നോമ്പൊറക്കല്ലേ ഇപ്പത്? നോമ്പൊറക്കണ ഓർമ്മയാണ്. എന്നാ കുടിച്ചോളി. ഇപ്പൊ സമയം ഒരു വൈകുന്നേരമായി. ഇപ്പൊ നമ്മള് ഏത് ഇതോ ഇപ്പൊ ഇത് നമ്മളെ സാജുവിന്റെ പെരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ കുട്ടീനെ കാണാൻ പോയില്ലേ ഓന്റെ. നമുക്ക് താഴത്തേക്ക് പോയോക്കാം. നമ്മൾ അസീൻ മാമാന്റെ വീട്ടിലേക്കാണ് പോകണം. അസീൻ മാമ പറഞ്ഞാൽ ഇമ്മാന്റെ അനിയത്തിന്റെ വീട്ടിലേക്കാണ് ഇപ്പൊ പോണത്. ഇതൊക്കെ അപ്പാന്റെ കൃഷിയാണ് കേട്ടോ. നല്ല ചാമ്പക്ക ഉണ്ട്. എടാ ചാമ്പക്കൊക്കെടാ. ഇത് ഫുള്ള് അപ്പാന്റെ പശുക്കൊക്കെ അപ്പാന്റെ തന്നെ വക പുല്ലുണ്ടാക്കി വെച്ചാണ്. ഇത് നല്ലൊരു ഐഡിയ അല്ലേ? എന്താ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. എന്താണ് എന്താണ് എന്താ ടാപ്പാന്റെ പശുക്കൾക്ക് വേണ്ടിട്ട് അപ്പാന്റെ വകന്നെ പുല്ല് നിർമ്മാണം. നല്ല ഐഡിയ അല്ലേ ഇത്? ഇതാകുമ്പോ തീറ്റക്ക് വേറെ ഇങ്ങോട്ട് കൊണ്ടുപോകും വേണ്ട. ഫുൾ അടി കൂടെ ഒക്കെ പൈപ്പ് ഉണ്ട് വെള്ളം കൊടുക്കാനില്ലേ. ഭയങ്കര കൃഷിക്കാരനാണ് ആപ്പട്ടോ. ഞാൻ അപ്പാന്റെ പശുക്കളെ കാണിച്ചു തരാം. ഇവര് കൃഷി മാത്രല്ല അപ്പാക്ക് വീടൊക്കെ കയറ്റി വിൽക്കുക അങ്ങനത്തെ പരിപാടിയാണ്. ഇതൊക്കെ അപ്പാൻ്റെതാണ് ഇവിടേക്കുള്ള പരിപാടി മൊത്തം. അത് ഞാൻ പറഞ്ഞ സാജുവിൻ്റെ വീട് പണി. ഞാൻ അപ്പാൻ്റെ പശുക്കളെ കാണിച്ചു തരാം കേട്ടോ. ചാണകം പശുക്കൾ ഇതിന്റെ പെണ്ണുങ്ങളല്ലേ കണ്ടിട്ടില്ല കുട്ടിയൊക്കെ. ഇതാണോ എരുമ? ഇതെന്താ? പോത്താണ് എരുമ പെണ്ണ്. ആ പെണ്ണ് ആളിപ്പോ നമ്മളെ ഈ നാട്ടിലില്ല. ഇപ്പൊ ഉണ്ട്. ഇതാണ് ആണ് പോത്ത്. ഇതാണ് നമ്മളെ മാമാന്റെ വീട്. ഈ റോഡ് എവിടുന്നാ വരുന്ന? അപ്പൊ ഈ റോഡാണ് നമ്മളിപ്പോ നാടൻ വരേക്കണ് വരുമ്പോ വാർഷം വരല്ലേ നമുക്ക് അവിടെ വണ്ടി തിരിയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്.
എന്തായാലും ഒന്ന് രണ്ട് റോഡ് നല്ല റോഡാണ്. നമ്മള് ഒരു നുള്ളും കൂടി വീതി ഉണ്ടെങ്കിൽ പറ്റിയില്ലേ? ഇവിടെയൊക്കെ വരും. അവിടെ വളവിലുള്ളു തിരിയാൻ പറ്റാത്ത. പക്ഷെ ഇതിലെ പോരുന്ന കായ് സുഖത്തിലാണ്. ഇത് ബേക്കാണോ? അതെല്ലാം മുന്നിൽ ചെടികൾ. ഇതാണ് മുന്നി. എടാ ഞാനും ഉണ്ടേ. ഇപ്പൊ എല്ലാരും ഊഞ്ഞാലാടട്ടോ കാര്യായിട്ട് ഇവിടെ വന്നാണ്ട്. മാമാന്റെ തള്ളൊന്നും എടുക്കട്ടെ. എന്താണ് തള്ളു രണ്ടാള്? കാര്യം പറഞ്ഞിട്ട് തീരില്ല. മാമാന്റെ കൃഷികളാണ്. പോത്തുണ്ടോൽക്ക്, ആടുണ്ടേന്നു, പിന്നെ എന്തൊക്കെയാ മാമ? ആ കോഴിക്കളുണ്ട്, ആ താറാവുണ്ട്, ആ ഒരു നായുണ്ട് കാവലിനാണ് കേട്ടോ. പിന്നെ എവിടെ നമുക്ക് ബൗബൗനെ കാണാൻ പോവാ? ബാധ്യമുണ്ടോ ബൗബൗനെ കാണാം? ബാ ഡോഗ് ഡോഗ്. ആ മാങ്ങ നോക്കി മാമ, മാങ്ങ ഈ നാട്ടിലെ പകുതിയോറും വീടുകൾ ബൽ തന്നെയാണ്. ഇത് ആദ്യത്തെ വീട്. ഈ വീട് ഇപ്പൊ ഗവൺമെന്റ് ഏറ്റെടുത്തത്. ഈ കൂടെ ഒരു നാഷണൽ ഹൈവേ വരുന്നുണ്ട്. അപ്പൊ ആ വീട് ഗവൺമെന്റ് ഏറ്റെടുത്ത് ഓൾക്ക് പൈസ കൊടുത്തിട്ടാണ് പിന്നെ ഈ വീട് ഉണ്ടാക്കിയത്. പിന്നെ പോലെ ആദ്യത്തെ വീടാണ് ആ മേലെ കാണുന്നത്. അത് കഴിഞ്ഞപ്പോ അപ്പുറത്തൊരു വീട് ഉണ്ടാക്കണുണ്ട്. ഈ നാട് മുഴുവൻ ഓരോ പേരാണ് ശരിക്കും അല്ലേ? എല്ലായിടത്തും ഉണ്ട് ഓർക്ക് ഓരോ പേര. നല്ല കറ്റാർ വാഴ, നമ്മളെ നാടൻ കറ്റാർ വാഴയാണ്. കൃഷി വർത്താനാണ് കേട്ടോ. മാമാക്കടെ ഒന്ന് പറയാൻ കൊറേ കാര്യങ്ങളുണ്ടാവും. എന്താണ് ഇതെന്താണ് ഈ ചെടി? ഇത് ഓൺലൈൻ ഓരോരുത്തരാണ് വരുത്തുന്നതാണ് ഇങ്ങനത്തെ. പിന്നെ ഉണ്ണിമാമാരാണ്ട് വെള്ളം. ഇപ്പൊ ഇതാണോ മുന്നേ അതാണോ മുന്നേ അറിയണില്ലേ? കേറി വരുമ്പോ അപ്പൊ എന്നോല് പൊളിച്ച അത് തുറന്നിടുവോ? തുറന്നിട്ടേക്ക ആ കമ്പിന്റെ ഉള്ളിലാ? എടാ അവിടെ പോവല്ലിട്ടോ, ഞാനൊന്ന് നോക്കട്ടെ. ആ എന്തിനാ? പാച്ചു പാച്ചു എന്തേലും കാട്ടോ അപ്പ? എവിടെയാണ്? അതിന്റെ അടുത്തേക്ക് പോണ്ടട്ടോ പാച്ചു. ഇവിടക്കൊന്നും എത്തൂലല്ലോ, ഇങ്ങോട്ടൊന്നും എത്തൂലല്ലോ. കമ്പി നീട്ടിട്ട് കണ്ട ചങ്ങല വളർത്തിക്കേ. അപ്പൊ പാച്ചോട് നിന്നോട് നിന്ന് എവിടെ വരും പറയാൻ പറ്റില്ല. ആ കമ്പി നോക്കി വാപ്പുണ്ടെങ്കി വരൂലേ അവിടെ. അതാ അവിടുന്ന് പാച്ചു പെടുന്നോ പെടുന്നോ. ഇതിലൊക്കെ പോരാനല്ലോ കള്ളന്മാര്. കള്ളന്മാര് ഇവിടെ കത്തൂലേ? അയിമന്ന് നിക്കൂലേ? അതിനൊന്നും കാട്ടൂല. പട്ടി വിടലുണ്ടാവൂലേ? വിടലുണ്ടാവില്ലേ? അതിനാണ് പറയുന്നത്. ഇതിനിപ്പോ എന്തിനാ വാങ്ങിക്കണ അപ്പ? ആവശ്യല്ലടി. കടിച്ചു കൊണ്ടുപോകാൻ ചങ്ങല വലിച്ചണതേ.
കടിച്ചു വലിച്ചു അവനെ അപ്പൊ ഞാൻ പറയാ എടുക്കാൻ പറയുമ്പോ കൊടുക്കില്ലേ അവിടെ അവിടെ നിന്നോ ഞങ്ങളൊക്കെ പോയിട്ട് വരാം എനിക്ക് അപ്പൊ അറിയാത്ത ആരെങ്കിലും ഒക്കെ കൂടെ വന്നാലോ കടിച്ചൂലേ നിങ്ങക്ക് അവിടെ ഒരു ബോർഡ് വെച്ചാ മതി പട്ടിയുണ്ട് സൂക്ഷിക്കുകന്ന് വാണ ശരിക്കും അറിയാത്ത ആരെങ്കിലും വന്നാലോ അറിയണോനെ വരുള്ളൂ ഇവിടെ ആയുധങ്ങൾ സ്ഥാനമായിട്ട് ഫുള്ള് ഇപ്പൊ മാങ്ങേക്കണേ അപ്പൊ ആ മാങ്ങയൊക്കെ പോയി നിൽക്കുക ആ നാടിന്റെ തന്നെ തൊള്ള കട്ടണ് ആണോ മുട്ടായി ബിസ്ക്കറ്റ് ഒക്കെ അതുപോലെ പഴയ പെരയാണ് ഇസ്മുണ്ടല്ലേ അതുപോലെ അതിന്റെ മുന്നത്തെ പെരയാണ് അതുപോലെ വിറ്റാണ്ടാണ് ഈ വീട് കയറ്റിയത് ഈ വീട് കയറ്റാൻ വേണ്ടി അതിന്റെ മുന്നേ ഈ വീട് ഉണ്ടാക്കി ഈ വീട്ടിൽ കുറച്ചാലും നിന്നിട്ടാണ് ഈ വീടിന്റെ പണി കഴിച്ചത് കണ്ടോ എന്നിട്ട് ഇതൊക്കെ ഓരോ സ്ഥലം തന്നെയാണ് കേട്ടോ അൽഹംദുലില്ലാ അപ്പൊ ഓരോ കാവലിനാണ് ഓലിപ്പോ ഈ പട്ടിനെ വളർത്തുന്നത് കാരണം ഇവിടെ അല്ലേ ഒന്നും മിണ്ടാ എന്നാണ് അല്ലാ വിമാനം നോക്ക് എത്ര അടുത്തു കൂടെ അടക്കി അതെന്നെ അറിയണതേ 4 വട്ടം കേറിയിരിക്കണ് എന്നാലും കണ്ടാലല്ല വിമാനം ആ വിമാനം കാണുമ്പോ എത്ര കേറിയിട്ടും കാര്യമില്ല നമുക്കതൊരു വള്ളി വെറുതെ മാറ്റുമ്പോ പിന്നാലെ അതാണ് ഈ മണ്ടപ്പം കൊടുക്കാനായിക്കൂല ആട് എന്നിട്ട് എന്തായി ആടിനെ കൊടുത്തോ ആറന്മുള കണ്ടോ ഇല്ല ഒച്ചൊന്നും കേക്കാത്ത ഇപ്പൊ തിന്നാട്ടൊടുത്തി പെരുമാളാണ് നാട്ടുണ്ട് വലിയ പെര ഒരു പേര നമ്മളാറെ വലിയൊരു പേര താറാവാ കൊടുത്തിക്കണില്ലേ വീണാലൊരു ഇടങ്ങാറല്ലേ നമുക്ക് പൈസ കിട്ടിയാല് ആദ്യം കഴിഞ്ഞ ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞാല് സിദ്ദീഖിന്റെ നിങ്ങളെ ഓരോ നമ്മൾ ഉണ്ടാക്കാന് ഞാനല്ല മണക്കുണ്ട് അത് നല്ലൊരു പെരയാണ് താറാവുകൾ വളരുന്നുണ്ടോ എന്തായാലും ഇത്ര വലിപ്പത്തില് തേങ്ങ ഉണ്ടാവുന്നു ഒരു വായക്കുണ്ടിന്റെ ഇവിടെ അതൊക്കെ കെട്ടി കൂട്ടി നമ്മളെ കല്യാണത്തിന് കെട്ടിയാക്കി മുല്ലന്റെ ഒരു വേണോ പുറത്തു കൂടെ ഒക്കെ കറങ്ങി അവസാനത്തെ നമ്മളെ ചായ കുടിക്കാൻ നിൽക്കട്ടോ പഴംപൊരിയും ചായയും വെള്ളം ഉണ്ട് നമുക്കിനി ചായ കുടിക്കാം വെള്ളം ഞങ്ങൾ ചായ കുടിച്ച് ഇറങ്ങട്ടെ കേട്ടോ സമയം കുറച്ചായി അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇപ്പൊ സമയം മഗ്‌രിബ് കൊടുക്കാനായി ഇന്നത്തെ യാത്രയും ഇവിടുത്തെ കഴിഞ്ഞ ഇൻഷാ അല്ലാ പെരിക്ക് എത്തിയാൽ മതി അപ്പൊ ഞങ്ങൾ പോവാണ് വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ടാറ്റ കൊടുത്താണ്